നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-2 മണിക്കുള്ളിൽ തന്നെ നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നിധിയെയും കൂട്ടിക്കൊണ്ട് സുധീഷ് വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് നിധിയെ കണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് നികേഷ് വല്ലാത്ത പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വീട്ടില്. സുഭാഷിനോട് എവിടെ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഭാഷിന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. കാരണം ഹരീഷ് കണ്ടിട്ടുണ്ടായിരുന്നു ഭാഗമായിട്ട് സുധീഷും നിധിയും കൂടെ പോകുന്നത്. അപ്പം നിധിയെ എവിടെയോ കൊണ്ടുവിടാൻ പോയെന്നൊക്കെയാണ് നികേഷ് ഓർത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഹരീഷ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് സുഭാഷ് എന്ത് മറുപടി പറയണം? ഉള്ള സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? നിധി ഈ വീട് വിട്ടുപോയെന്നറിഞ്ഞാൽ നികേഷിന് സഹിക്കാൻ പറ്റില്ല. അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും നല്ല സങ്കടം ഉണ്ടായിരുന്നു സുഭാഷിനും. ഒടുവിൽ വിചാരിച്ചു ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് എന്താവാനാ, ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും അവർ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. അതിനുമുമ്പ് ഉള്ള കാര്യങ്ങൾ അങ്ങ് തുറന്നു പറയാം എന്നൊക്കെ തുടങ്ങുന്ന സമയത്താണ് നിധി സുധീഷും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ തിരികെ വരുമെന്നുള്ള കാര്യമൊന്നും ഒരിക്കലും സുഭാഷ് പ്രതീക്ഷിച്ചല്ല നിധി തിരികെ വരുമെന്ന്. നിധിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷിന് സന്തോഷമായി. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, ഇത് എവിടെ പോയതായിരുന്നു രണ്ടുപേരും കൂടെ? നിധിയടുത്തിയെ കാണാതെ വന്നപ്പോൾ ഞാൻ ആകെപ്പാട് ടെൻഷനായി. ഹരീഷ് ഏട്ടൻ പറയുകയും ചെയ്തു ഭാഗമായിട്ട് പോകുന്നുണ്ടെന്ന്. അല്ല, രണ്ടുപേരും ഇത് ഭാഗമായിട്ട് എവിടെ പോയെന്ന് ചോദിച്ചു. നിധി നിന്ന് വെള്ളം കുടിക്കുക. നിധിക്ക് ഭയങ്കര ടെൻഷനായി. എന്ത് കള്ളത്തരം പറയണ്ടേന്ന് അറിയില്ല. സുധീഷിന് പിന്നെ കള്ളത്തരത്തിന് പഞ്ഞൊന്നുമില്ലല്ലോ. വായി വന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞു കണക്ക് ഓൺ ദ സ്പോട്ടിൽ എന്ത് വരുന്നോ അതപ്പം തന്നെ കള്ളത്തരം കൂടെ വിളിച്ചു പറയും. ഒടുവിൽ സുധീഷ് പറഞ്ഞു, അതെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹണിമൂൺ ട്രിപ്പ് പോയതാന്ന് പറഞ്ഞു. ഹണിമൂൺ ട്രിപ്പോ എന്ന് ചോദിച്ചു ഹരീഷ്. അതെ, ഹണിമൂൺ ട്രിപ്പ് പോയതാ. പക്ഷെ കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നിധി പറഞ്ഞു, ഭയങ്കര ചൂടും കാലാവസ്ഥയൊക്കെ, ഈ കാലാവസ്ഥയിൽ എങ്ങനെയാ പോകുന്നേ, നമുക്കിപ്പോൾ പോകണ്ടാന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരികെ പോന്നെന്ന് പറയണം. അത് കേട്ടപ്പോൾ നികേഷ് പറഞ്ഞു, ഓ ഇപ്പോഴും ഒരു സമാധാനമായത്. ഇതൊന്ന് പറഞ്ഞിട്ട് പോകാൻ മേലായിരുന്നോ സുധീഷ് ചേട്ടാ? അതെ, ഒരു സർപ്രൈസായിട്ട് വെച്ചിരുന്ന. പിന്നെ സർപ്രൈസ് ഇങ്ങനെയാണല്ലോ. നിധിക്കും അപ്പോഴൊരു ആശ്വാസമായി. ദൈവമേ, എങ്ങാനും പെട്ടുപോയാനോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു കള്ളത്തരം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് പോലും പേടിച്ചരണ്ടിരിക്കുമായിരുന്നു നിധി. അപ്പോഴേക്കാണ് സുധീഷ് ഇങ്ങനെ ഒരു കള്ളത്തരം പറയണ പോലും. പിന്നീട് സുധീഷ് നിധിയോട് പറഞ്ഞു, നിധി ഒരു കാര്യം ചെയ്യാം, ബാഗൊക്കെ കൊണ്ട് അകത്തേക്ക് വെക്കാൻ പറയണം. നികേഷ് പറഞ്ഞു, ഞാൻ കരുതി നിധി ചേച്ചി ഇവിടുന്ന് പോയി കാണുമായിരിക്കുന്നു. സുഭാഷ് പറഞ്ഞു, പോയില്ലെന്ന് ഇപ്പം മനസ്സിലായല്ലോ എന്നൊക്കെ പറയണം. അങ്ങനെ ഹരീഷും നികേഷും അങ്ങോട്ട് പോയി. പിന്നീട് സുഭാഷ് ചെയ്ത് നിധിയോട് സുധീഷിനോടും കാര്യങ്ങൾ ചോദിക്കണം എന്താ സംഭവിച്ചെന്നൊക്കെ. അപ്പോഴേക്കും നിധി പറഞ്ഞു, അവിടെ ചെന്നിട്ട് വീട് കിട്ടിയില്ല സുഭാഷ് ചേട്ടാന്ന് പറയണം. വീട് കിട്ടിയില്ലെന്നോ? അതെ, ടോക്കൺ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ട് വന്നാ, പക്ഷെ അയാൾ ഇപ്പൊ പറയുന്ന വീടില്ലാന്ന്. വീടില്ലാന്നോ? അതെന്ത് പറ്റി? അതെന്താന്ന് അറിയത്തില്ല. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, നിധിയോട് ഞാൻ ചോദിക്കാന്ന്. ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിധി പറഞ്ഞു ഇനിയിപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞ് എന്നോട് വിളിച്ചോണ്ട് വന്നു. അല്ലെങ്കിൽ ഞാൻ അയാളോട് 2 കൂടെ പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല സുഭാഷ് ചേട്ടാ, അയാൾക്ക് വീട് തരാൻ താല്പര്യമില്ലെന്ന്. കല്യാണം കഴിഞ്ഞ് പെൺകുടി ഒറ്റയ്ക്ക് പോയി താമസിക്കുന്നേ. അപ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞെന്ന് അതൊന്നും ശരിയാവത്തില്ല എന്ന്. അതുകൊണ്ട് വീട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് സുഭാഷ് പറഞ്ഞു, എന്തിനാ നിധി ഇങ്ങനെ വാടക വീടെടുത്ത് മാറുന്നേ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, ഇവിടെ നിന്നാ പോരെ നിനക്ക്. ഇവിടെ ആകുമ്പോൾ വാടക ഒന്നും വേണ്ട. നിനക്ക് ജോലിക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് പോവാമല്ലോ. ഇനിയിപ്പോൾ ഒരു വീട് കിട്ടുന്നതോടെ നീ ഇവിടെ നിന്നാൽ മതി. ഇപ്പം തന്നെ കണ്ടില്ലേ നികേഷിൻ്റെ വിഷമം എന്താന്ന്. നികേഷിനും എനിക്കൊക്കെ അതുപോലെ തന്നെ സങ്കടമാണ്. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എത്രമാത്രം സങ്കടമായെന്നറിയോ? അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ഓ തുടങ്ങി അനുജത്തി സ്നേഹം. ആ സമയത്ത് സുഭാഷ് പറഞ്ഞു, നീ ഇവിടെ നിന്നാൽ മാത്രം മതി, നീ ഓരോരുത്തേക്കും പോകണ്ട, ഞങ്ങൾ നിന്നെ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ നിധിയോട് പറയുകയാണ്. നിധിക്ക് ആ പട വിഷമമായി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. പിന്നീട് നിധി അങ്ങോട്ട് മുറിയിലേക്ക് കയറിപ്പോയി. ആ സമയം സുധീഷിനെ സുഭാഷ് വിളിച്ചു, നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം. സുഭാഷിന് നല്ല സംശയം ഉണ്ടായിരുന്നു സുധീഷിന്റെ സ്വഭാവം അറിയാലോ. പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ചോദിച്ചു, സത്യം പറയടാ, നിധിക്ക് വീട് കിട്ടിയില്ല, വാടക വീട് കിട്ടാതിരിക്കാൻ കാരണം നീയാണോന്ന് ചോദിച്ചു. ഞാനെന്ത് ചെയ്തെന്ന്? എന്നോട് കള്ളത്തരം പറയണ്ട, നീ മിക്കവാറും എന്തെങ്കിലും ഒരു തന്ത്രം ഒപ്പിച്ച് കാണുമായിരിക്കും. ആ ഓണറുടെ അടുത്ത് പോയിട്ട് നീ കൊടുക്കില്ലെന്ന് പറഞ്ഞു കാണുമായിരിക്കും. ഇത് കേട്ടപ്പം സുധീഷ് ഒന്ന് ചിരിച്ചു. ഇന്നലെ നിന്നോട് ഞാൻ ചോദിച്ചു നിനക്ക് എന്താണ് ഒരു ടെൻഷനും ഇല്ലാത്തതെന്ന്. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാകുന്നേ ടെൻഷൻ ഇല്ലായിരുന്നതിൻ്റെ കാരണം എന്താന്ന്. നീ എന്തേലും ഒരു തന്ത്രം ഒപ്പിച്ച് അവളുടെ വാടക വീട് മുടക്കി കാണും. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, അതെ ചേട്ടൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം ശരി തന്നെയാ എന്ന് പറയണം. അത് കേട്ട് ഇനിയിപ്പോൾ സുഭാഷ് ചോദിച്ചു, സത്യമാണ്ട? അതെ,
ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവളെ കല്യാണം കഴിച്ചിട്ട് അവളെ വല്ല വാടക വീട്ടിലേക്കും പറഞ്ഞു വിടാനാണോ? അവളെ എനിക്ക് എത്രമാത്രം ഇഷ്ടമാണെന്ന് സുഭാഷേണ്ണ അറിയാലോ. അവളെ കൈവിട്ട് കളയാനായിട്ട് എനിക്ക് ഒരുക്കുമല്ല. അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അവളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നേ. അവൾ വല്ല വാടക വീട്ടിൽ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ എൻ്റേതാവില്ല. എനിക്കത് സഹിക്കാനും ക്ഷമിക്കാനും പറ്റാത്ത കാര്യമാണ്. അവൾ ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞു. ശരിക്കും സുഭാഷിന് സങ്കടവും വന്നു, എന്നാ ദേഷ്യം വന്നു. കാരണം കള്ളത്തരം പറഞ്ഞല്ലോ. പക്ഷെ അതിനേക്കാളുപരി എങ്ങാനും കള്ളത്തരം പറഞ്ഞത് മുടക്കിയില്ലായിരുന്നെങ്കിൽ നിധി പോയനം. നിധി പോയിട്ടുണ്ടെങ്കിൽ നികേഷിനും ആകെപ്പാട് സങ്കടമായനം. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം പിന്നെ സുഭാഷ് ഒന്നും പറയാനായിട്ട് പോയില്ല. പിന്നീട് സുധീഷ് അങ്ങോട്ട് പോകുന്ന സമയത്ത് സുഭാഷ് വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്, നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഒരു ദിവസം അവൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവൾ നിന്നെ ഇട്ടിട്ട് പോകുന്നു പറയാം. അതൊന്നും സാരമില്ല സുഭാഷ് ഏട്ടാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് സന്തോഷത്തോടെ അങ്ങോട്ട് പോയി. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും നിധി പുറത്തേക്ക് വരുവാണ്. ആ സമയത്ത് ഭാസ്കരൻ കിടക്കുന്ന കട്ടിലെല്ലാം കിടന്നുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഒരു പെണ്ണിൻ്റെ ഫോട്ടോയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നികേഷ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിധി ഇങ്ങനെ നോക്കി. എടാ അമ്പടെ കള്ള, നീ ആൾ കൊള്ളാലെന്ന് പറയണം. ആരടാ ഈ പെണ്ണെന്ന് ചോദിച്ചു. അതെ, ഞാൻ നിധി അടുത്തിയോട് മുമ്പ് പറഞ്ഞിട്ടില്ലേ പെണ്ണിൻ്റെ കാര്യം. ഓ അത് ഇവളാണെന്ന് ചോദിക്കാം. അതേന്ന് പറയണം, എൻ്റെ ക്ലാസ്സിലല്ല വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷെ ഞങ്ങൾ ലാംഗ്വേജ് ക്ലാസ്സിന് ഒരിടത്ത് ഇരിക്കണേന്ന് പറയണം, ഒരു ക്ലാസ്സിലാണ്. അപ്പം അങ്ങനെ ഞാൻ അവളെ കണ്ടാന്ന് പറയണം. അല്ല അവൾ നീയുമായിട്ട് ഇഷ്ടത്തിലാണോന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവൾ കോളേജിലെ സ്റ്റാറാ. ഇഷ്ടം പോലെ ആൺകുട്ടികളുടെ അവൾ പിന്നാലെ നടക്കുന്നുണ്ട്. പക്ഷെ അവൾ ആരും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ എന്നെ അവൾ ഒരു ദിവസം നോക്കിയെന്ന് പറയണം. എന്നിട്ടോ അത് മാത്രം മതിയിൽ ആ ഒരു നോട്ടം. അന്ന് വൈകുന്നേരം വരെ എൻ്റെ പൊന്നോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം. എന്തൊരു സന്തോഷമായെന്നറിയാവോ. അതെ, എനിക്ക് അവളെ ഇഷ്ടമാണ്, അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നേ. കാരണം ഇഷ്ടങ്ങളൊന്നും പരസ്പരം തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാറുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, നീ ആള് കൊള്ളാലോ എന്ന് പറയണം. നിന്റെ സ്റ്റാൻഡേർഡ് വിട്ടൊന്നും കളിക്കുന്നില്ലല്ലോ. അതെ, നമ്മൾക്ക് അങ്ങോട്ടേന്ന് ഇഷ്ടം പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യണ്ടേ നിധിയാർത്തി. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. പക്ഷെ എനിക്കറിയാം അവൾക്ക് എന്നെ ഇഷ്ടമാന്നു. പിന്നെ വലിയൊരു രാജകുമാരൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിധി വെറുതെ കളിയാക്കുവാണ്. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, പിന്നെ എന്നെ കാണാൻ സ്റ്റൈലല്ലേ ഏടത്തിയമ്മേ. പിന്നെ ആണോന്നോ, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് സുഭാഷ് അങ്ങോട്ട് വന്നു. സുഭാഷ് വന്നിട്ടൊരു കവറൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, എടാ നികേഷ്, നീ കടയിലൊന്ന് പോയിട്ട് വാ, കുറച്ച് സാധനം മേടിക്കാണ്ട്, ലിസ്റ്റ് ഇതിനകത്തുണ്ടെന്ന് പറയണം. എന്നെ കൊണ്ട് പറ്റില്ല സുഭാഷ് ചേട്ടാ, ഇത്ര നല്ല വെയിലത്ത് ഞാൻ എങ്ങനെ പോണേ. അതെ, എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, ഞാൻ പോയിട്ട് വരാമെന്ന് പറയണം. വേണ്ട അതൊന്നും വേണ്ടെന്ന് സുഭാഷ് പറഞ്ഞു. പെട്ടെന്ന് നികേഷ് പറഞ്ഞു, അതെ ഇങ്ങ് കൊണ്ടുപോകാന്ന് പറയണം. കവറും പൈസയൊക്കെ കൊടുത്തു. ബാക്കിക്ക് നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ വല്ലതും മേടിച്ചോളാനും പറയണം. അങ്ങനെ നികേഷ് അങ്ങോട്ട് പോയി. കാരണം നിധി കടയിൽ പോകാന്ന് പറഞ്ഞാൽ നികേഷിന് സഹിക്കില്ല. നിധി അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രമാണ് നികേഷ് പോകുന്നത്. അങ്ങനെ നികേഷ് പോയി കഴിഞ്ഞപ്പോഴത്തേനും നിധിയോട് സുഭാഷ് പറഞ്ഞു, കണ്ടില്ലേ നിധി കടയിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവന് ചാടിപ്പോയത് കണ്ടോന്ന് ചോദിക്കുക. അവന് അത്രമാത്രം ഇഷ്ടമുണ്ട് നിധിയോടെന്ന് പറയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിധിക്ക് ഇവിടുന്ന് പോകാതിരുന്നിവിടെ, നിധിക്ക് ഇവിടെ നിൽക്കാൻ മേലേന്ന് ചോദിച്ചു. നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടാ ഇത്രയും സ്നേഹമുള്ള ഞങ്ങളെയൊക്കെ ഇട്ടിട്ട് നിധിക്ക് പോകാൻ പറ്റുമോ? ഏതെങ്കിലും ഹോസ്റ്റലിലോ അല്ലെങ്കിൽ റൂമിലോ പോയി താമസിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹമൊക്കെ നിധിക്ക് മിസ്സാവും. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു. നിധി പറഞ്ഞു, അത് ശരിയാകത്തില്ല സുഭാഷ് ചേട്ടാ. സുഭാഷ് ചേട്ടൻ അറിയാലോ ഞാനും സുധീഷും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് എങ്ങനെയാന്ന്. അതുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒന്നും വിചാരിക്കില്ലെന്നൊക്കെ പറയണ. സുഭാഷ് പറഞ്ഞു, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിധിക്ക് ഇഷ്ടമില്ല വേണ്ട. നല്ല സങ്കടമുണ്ട് സുഭാഷിന് അത് പറയുമ്പോൾ. എന്നാലും നിധിക്ക് ഇഷ്ടക്കേടായിട്ടൊന്നും ചെയ്യില്ല എന്ന് സുഭാഷ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും നിധി മുറിയിലേക്ക് കിടക്കാൻ പോയി. സുധീഷ് സുഭാഷും അങ്ങനെ അവരെല്ലാവരും കൂടെ ഹാളി മത്തി അടിക്കുന്നതിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോഴേക്കാണ് ഭാസ്കരൻ കുറച്ച് വെള്ളം എടുക്കാനായിട്ട് അകത്തേക്ക് വരുന്നത്. നോക്കി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കിടക്കുന്നു. ആ കൂടെ സുധീഷും ഉണ്ട്. ഭാസ്കരൻ ഒന്ന് നോക്കി, എന്നിട്ട് സുധീഷിന് പോയിട്ട് പോയി 2 തട്ട് കെട്ട് വേണം എഴുന്നേക്കടാന്ന് പറഞ്ഞിട്ട്. സുധീഷ് ചോദിച്ചു, എന്താച്ചാ നീ എന്താടാ കാണിക്കണേ? ഞാനെന്ത് കാണിച്ചെന്ന്? ഞാനൊന്നും കാണിച്ചില്ലോ. എടാ നിന്നോട് ആര് പറഞ്ഞിട്ട് ഇവിടെ കയറി കിടക്കാനായിട്ട്? ഓഹോ, ഇവിടെ കയറി കിടക്കാൻ ഞാൻ പിന്നെ എവിടെ പോയി കിടക്കും? വലിയ കൊട്ടാരം പറഞ്ഞിട്ടിരിക്കുമല്ലേ പോയി കിടക്കാനായിട്ട്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു. എടാ അതല്ല ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും സുഭാഷും ബാക്കി എല്ലാവരും എഴുന്നേറ്റു. നിന്റെ കല്യാണം കഴിഞ്ഞാണോ? ഇവന്റെ മട്ടും ഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവനൊന്നും അറിയത്തില്ലാത്ത ഒരു 4-5 വയസ്സുള്ളൊരു കൊച്ചെന്ന് വിചാരിക്കുമല്ലോ. എന്താ അച്ഛാ കാര്യം? എടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നീ ഇവിടെയാണോ കിടക്കണേ? കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ കൂടെ വേണ്ടേ പോയി കിടക്കാനായിട്ട്? സുഭാഷ് സുധീഷും ഒക്കെ ഒന്ന് ഞെട്ടി. സുഭാഷ് പറഞ്ഞു, അച്ഛാ അവരിഷ്ടമുള്ളിടത്ത് കിടക്കട്ടെ, നീ മിണ്ടായിടാ, നിന്റെ കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ.
എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുത്തി എന്നെ ഇട്ടിട്ട് പോയി. ഇനിയിപ്പം നാട്ടുകാർ പറയും ഇവനും ഇട്ടിട്ട് പോയ ഇവനെ ഇട്ടിട്ട് അവളും പോയെന്ന് പറയിപ്പിക്കും. അത് പറയിപ്പിക്കണം, അതിൻ്റെ ആവശ്യമില്ല. എഴുന്നേക്കടാന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിന്നെ ബെഡ്ഷീറ്റും തലവണയൊക്കെ നേരെ പോടാന്ന് പറയണം മുറിയിലേക്ക്. അല്ല അത് പിന്നെ അച്ഛാ നിന്നോടല്ലേ പോകാൻ പറഞ്ഞേ. സുഭാഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് ഹരീഷ് ഇതൊക്കെ നോക്കിയിരിക്കുകയാണ്. പിന്നീട് നിധിയുടെ കഥയെ പോയി മുട്ടുവാണ് സുധീഷ്. നിധിയെന്നും പറഞ്ഞ് മുട്ടി. നിധി വന്ന് കഥ തുറന്നു. അപ്പോഴേക്കും ഭാസ്കരൻ പറഞ്ഞു, എൻ്റെ മോളെ ഇവനോ ബുദ്ധിയും ബോധമില്ല, നീ എങ്കിലും ഇവനെ വിളിച്ച് അകത്ത് കിടത്തണ്ടേന്ന് ചോദിച്ചു. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവ് ഒരു മുറിയിലാണ് കിടക്കണ്ടേ, അതൊന്നും അറിയത്തില്ലേന്ന് ചോദിച്ചു. നിധി ഇങ്ങനെ വല്ലാത്തൊരു ഞെട്ടലോടുകൂടി ഭാസ്കരനെ നോക്കണം. അപ്പോഴേക്കും സുധീഷ് അങ്ങനെ അകത്തേക്ക് കയറി. എടാ ഇനി എന്ത് നോക്കിയിരിക്കുക, കഥ അടയ്ക്കടാന്ന് പറയണം. സുഭാഷ് പറഞ്ഞു, അത് വേണ്ടച്ച. എന്തിനാടാ വേണ്ടാന്ന് പറയണേ. പിന്നീട് പറഞ്ഞു, എടാ പോത്ത് പോലെ വളർന്നല്ലോ, എന്നിട്ട് നിന്റെ കൊട്ടും ബുദ്ധിയും ബോധം ഇല്ലെന്ന് സുഭാഷിനോട് ചോദിച്ചു. സുഭാഷിനാടക്ക് ആകപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഭാസ്കരൻ പിന്നീട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് നിധിക്ക് ആകപ്പാടെ ടെൻഷനായി. സുധീഷ് പറഞ്ഞു, അതെ അച്ഛൻ പറഞ്ഞോണ്ടാ. സുധീഷിനെ സന്തോഷമായിരുന്നു മുറിയിൽ പോയി കിടക്കാനായിട്ട്. പക്ഷേ നിധി എന്ത് വിചാരിക്കുന്നു കരുതിയിട്ടാ. ഈ സമയം നിധി ആകപ്പാടെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. നിധിക്ക് ടെൻഷനായി. കാരണം ഒരു പരിചയമില്ല. പരിചയമില്ലെന്ന് പറഞ്ഞാൽ കഴുത്തി താരി കെട്ടി, പക്ഷെ അതിനേക്കാളുപരി അവർ തമ്മിൽ യാതൊരു ബന്ധമില്ല. നിധിക്ക് അവനോട് ഇത്തിരി പോലും ഇഷ്ടവും കാര്യങ്ങളൊന്നുമില്ല. അല്ലാത്ത രീതിയിൽ ഒരു ഇഷ്ടമില്ല. ആ സമയത്ത് സുധീഷ് ബെഡ്ഷീറ്റൊക്കെ അവിടെ വിരിച്ചിട്ട് അവിടെ കിടക്കാൻ തുടങ്ങണം. അപ്പോഴേക്കാണ് കഥയെ മുട്ടുന്ന കേട്ടെ. സുഭാഷാണ്. സുഭാഷ് പോയി മുട്ടിട്ട് വന്നു. നീ എന്തെടുക്കോ, ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറയണം. ഏട്ടാ അത് പിന്നെ അച്ഛൻ ഇനി വരാനൊന്നും പോകുന്നില്ല, മര്യാദയ്ക്ക് വന്ന് ഹാളിൽ കിടക്കാൻ പറയണം. അപ്പോഴാണ് നിധിക്കൊരു സമാധാനമായത്. ഔ രക്ഷപ്പെട്ടു. ഒരു നിമിഷത്തേക്ക് ആ പാട്ട് ടെൻഷൻ അടിച്ച് പോയായിരുന്നു. പിന്നീട് സുധീഷ് ദയനീയമായിട്ട് നിധിയെ ഒന്ന് നോക്കി, സുഭാഷിനെ ഒന്ന് നോക്കി. പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ അവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഹരീഷ് ചോദിച്ചു, എന്ത് പരിപാടി ഏട്ടാ കാണിച്ചേ? ഏട്ടൻ എന്തിനാ ഇവനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. അവനവിടെ കിടക്കില്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു, എടാ അവനിവിടെ തൽക്കാലത്തേക്ക് കിടന്നാൽ മതി. ഏട്ടാ കല്യാണം കഴിഞ്ഞ പിന്നെ ഭാര്യയും ഭർത്താവ് ഒരുമിച്ചല്ല കിടക്കണ്ടേ? അച്ഛൻ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമല്ലേ? വല്ലപ്പോഴും എങ്ങനെയും ഇങ്ങനത്തെ നല്ലൊരു കാര്യങ്ങളൊക്കെ പറയുള്ളൂ. എന്നിട്ട് പിന്നെ എന്തിനാ ഏട്ടൻ വിളിച്ചോണ്ട് വന്നേന്ന് ചോദിച്ചു. അതെ ഇവനല്ലേ വലിയ പ്രതിജ്ഞയൊക്കെ എടുത്തേ, കല്യാണം കഴിഞ്ഞാലും ഏട്ടൻ്റെ കല്യാണം കഴിയാതെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഞങ്ങൾ ജീവിക്കില്ല എന്ന്. അപ്പം പിന്നെ അവിടെ പോയി കിടക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് വിളിച്ചോണ്ട് വന്നേന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ പാവ സുഭാഷിന് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും പറയാൻ പറ്റുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഹരീഷ് ഒന്ന് ആലോചിച്ചു. ഹരീഷിന് ആദ്യമായിട്ട് സുഭാഷിനോട് ദേഷ്യം തോന്നുവാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.